ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ആവർത്തിക്കുന്ന കേരള ഭൂമിശാസ്ത്രത്തിലെ കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൻ്റെ വിസ്തീർണം. ഉത്തരം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി. ഉത്തരം കാക്ക. കാക്കയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി. അടുത്ത ചോദ്യം, കരിമണ്ണിലെ പ്രധാന വിള. ഉത്തരം നെല്ല്. കരിമണ്ണിലെ പ്രധാന വിള നെല്ല്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി കാക്ക. കരിമണ്ണിലെ പ്രധാന വിള നെല്ല്. അടുത്ത ചോദ്യം, മലബാറിലെ ആരവല്ലി എന്നറിയപ്പെടുന്നത്. ഉത്തരം പുരളിമല. മലബാറിലെ ആരവല്ലി എന്നറിയപ്പെടുന്നത് പുരളിമല. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം. ഉത്തരം പണിയർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. ഉത്തരം മലനാട്. മലനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. മലബാറിലെ ആരവല്ലി എന്നറിയപ്പെടുന്നത് പുരളിമല. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാട്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ്. ഉത്തരം ലാറ്ററൈറ്റ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം. ഉത്തരം ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടലാണ് കേരളത്തിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന പ്രകൃതി ദുരന്തം. അടുത്ത ചോദ്യം, റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം. ഉത്തരം ഇടനാട്. ഇടനാടാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ്. കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഇടനാട്. അടുത്ത ചോദ്യം, കേരളത്തിൽ കളിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ. ഉത്തരം ആലപ്പുഴ, കോട്ടയം. കേരളത്തിൽ കളിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ആലപ്പുഴ, കോട്ടയം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ. ഉത്തരം കായാന്തരിത ശിലകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകൾ. അടുത്ത ചോദ്യം, അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം. ഉത്തരം തീരദേശ എക്കൽ. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം തീരദേശ എക്കൽ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. കേരളത്തിൽ കളിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ആലപ്പുഴ, കോട്ടയം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ശിലകൾ കായാന്തരിത ശിലകൾ. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം തീരദേശ എക്കൽ. അടുത്ത ചോദ്യം, വിയ്യൂർ പുഴ എന്നറിയപ്പെടുന്ന നദി. ഉത്തരം താണിക്കുടം പുഴ. വിയ്യൂർ പുഴ എന്നറിയപ്പെടുന്ന നദി താണിക്കുടം പുഴ. അടുത്ത ചോദ്യം, ഏലത്തൂർ പുഴ എന്നറിയപ്പെടുന്ന നദി. ഉത്തരം കോരപ്പുഴ. ഏലത്തൂർ പുഴ എന്നറിയപ്പെടുന്ന നദി കോരപ്പുഴ. അടുത്ത ചോദ്യം, കുയ്യാലിപ്പുഴയുടെ മറ്റൊരു പേര്. ഉത്തരം തലശ്ശേരിപ്പുഴ. കുയ്യാലിപ്പുഴയുടെ മറ്റൊരു പേര് തലശ്ശേരിപ്പുഴ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. വിയ്യൂർ പുഴ എന്നറിയപ്പെടുന്ന നദി താണിക്കുടം പുഴ. ഏലത്തൂർ പുഴ എന്നറിയപ്പെടുന്ന നദി കോരപ്പുഴ. കുയ്യാലിപ്പുഴയുടെ മറ്റൊരു പേര് തലശ്ശേരിപ്പുഴ. അടുത്ത ചോദ്യം, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ഉത്തരം പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. അടുത്ത ചോദ്യം, വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്ന നദി. ഉത്തരം പയ്യന്നൂർ പുഴ. വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്ന നദി പയ്യന്നൂർ പുഴ. അടുത്ത ചോദ്യം, പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്ന നദി പയ്യന്നൂർ പുഴ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ.
അടുത്ത ചോദ്യം പൊൻപുഴ എന്നും വിളിക്കപ്പെടുന്ന നദി. പൊൻപുഴ എന്നും വിളിക്കപ്പെടുന്ന നദി. ഉത്തരം ചാലിയാർ. പൊൻപുഴ എന്നും വിളിക്കപ്പെടുന്ന നദി ചാലിയാർ. അടുത്ത ചോദ്യം ആലുവ പുഴ എന്നറിയപ്പെടുന്നത്. ആലുവ പുഴ എന്നറിയപ്പെടുന്നത്. ഉത്തരം പെരിയാർ. ആലുവ പുഴ എന്നറിയപ്പെടുന്നത് പെരിയാർ. അടുത്ത ചോദ്യം കപില എന്നറിയപ്പെടുന്ന നദി. കപില എന്നറിയപ്പെടുന്ന നദി. ഉത്തരം കബനി. കപില എന്നറിയപ്പെടുന്ന നദി കബനി. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. പൊൻപുഴ എന്നും വിളിക്കപ്പെടുന്ന നദി ചാലിയാർ. ആലുവ പുഴ എന്നറിയപ്പെടുന്നത് പെരിയാർ. കപില എന്നറിയപ്പെടുന്ന നദി കബനി. അടുത്ത ചോദ്യം പെരുമ്പുഴ എന്നും വിളിക്കപ്പെടുന്ന നദി. പെരുമ്പുഴ എന്നും വിളിക്കപ്പെടുന്ന നദി. ഉത്തരം ചന്ദ്രഗിരിപ്പുഴ. പെരുമ്പുഴ എന്നും വിളിക്കപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴ. അടുത്ത ചോദ്യം കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഭാരതപ്പുഴ. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. അടുത്ത ചോദ്യം കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദി. കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദി. ഉത്തരം കടലുണ്ടിപ്പുഴ. കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദി കടലുണ്ടിപ്പുഴ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. പെരുമ്പുഴ എന്നും വിളിക്കപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴ. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദി കടലുണ്ടിപ്പുഴ. അടുത്ത ചോദ്യം പുല്ലുകയാർ എന്നറിയപ്പെടുന്നത്. പുല്ലുകയാർ എന്നറിയപ്പെടുന്നത്. ഉത്തരം മണിമലയാർ. പുല്ലുകയാർ എന്നറിയപ്പെടുന്നത് മണിമലയാർ. അടുത്ത ചോദ്യം വല്ലപ്പുഴ എന്നറിയപ്പെടുന്നത്. വല്ലപ്പുഴ എന്നറിയപ്പെടുന്നത്. ഉത്തരം മണിമലയാർ. വല്ലപ്പുഴ എന്നറിയപ്പെടുന്നത് മണിമലയാർ. അടുത്ത ചോദ്യം നീലേശ്വരം പുഴയുടെ മറ്റൊരു പേര്. നീലേശ്വരം പുഴയുടെ മറ്റൊരു പേര്. ഉത്തരം കൂമ്പൽ പള്ളിച്ചൽ. നീലേശ്വരം പുഴയുടെ മറ്റൊരു പേര് കൂമ്പൽ പള്ളിച്ചൽ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. പുല്ലുകയാർ എന്നറിയപ്പെടുന്നത് മണിമലയാർ. വല്ലപ്പുഴ എന്നറിയപ്പെടുന്നത് മണിമലയാർ. നീലേശ്വരം പുഴയുടെ മറ്റൊരു പേര് കൂമ്പൽ പള്ളിച്ചൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിലെ PSC ആവർത്തിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോയ്ക്ക് ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ പോയിൻറ്സുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു.